Debate with Dr. Arun Kumar. മുനമ്പം വഖഫ് ഭൂമി പ്രശ്നപരിഹാരത്തിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു. CN രാമചന്ദ്രൻ നായരാണ് കമ്മീഷൻ. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഇനി ആർക്കും നോട്ടീസുകൾ കൊടുക്കില്ല. മുനമ്പത്ത് താമസിക്കുന്ന ആരെയും ഒഴിപ്പിക്കില്ലെന്നും നിയമപരമായ അവകാശം സംരക്ഷിക്കുമെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. അവിടെ താമസിക്കുന്ന കൈവശാവകാശമുള്ള ഒരാളെയും ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവരെ നിയമപരമായ അവകാശം സംരക്ഷിക്കപ്പെടുന്നു. ഇതാണ് എടുത്തിട്ടുള്ള ആദ്യത്തെ 2 തീരുമാനങ്ങൾ. ഇനി ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ഒഴിപ്പിക്കൽ ഒരു തീരുമാനമാകുന്നതുവരെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവര് അത് അംഗീകരിച്ചിട്ടുണ്ട്. മറ്റ് നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നതല്ല. ഈ കൈവശമുള്ള ആളുകളുടെ അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും നിയമപരമായ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും, അത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ പരിശോധന നടത്താൻ ഒരു കമ്മീഷനായി നിയോഗിക്കാനായിട്ട് യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് 3 മാസത്തിനുള്ളിൽ ഈ കമ്മീഷൻ സമയബന്ധിതമായി അത് പൂർത്തീകരിക്കണം. അതിനാവശ്യമായിട്ടുള്ള കമ്മീഷൻ ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളുടെ ഏതെല്ലാം സംവിധാനങ്ങളുടെ സഹായം ആവശ്യമാണെന്ന് നിഷ്കർഷിക്കുന്നുവോ അതെല്ലാം തന്നെ സമയബന്ധിതമായി സർക്കാർ ഉറപ്പുവരുത്തുന്നതായിരിക്കും. സർക്കാർ തീരുമാനം വന്നതോടെ പ്രതിഷേധവുമായി സമരസമിതിയും രംഗത്തെത്തി. തീരുമാനം നിരാശാജനകമെന്നും മരണം വരെ സമരം ചെയ്യുമെന്നുമാണ് തീരദേശവാസികൾ പറയുന്നത്. മരണം വരെയാണ് സമരം ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഈ മക്കളുടെ ദുഃഖം ദുരിതം കണ്ടില്ലെങ്കിൽ എന്ത് നീതിയാണ് ഇവിടെ നടത്തി വെക്കുന്നത്? കിടക്കാൻ മണ്ണില്ലാതെ മണ്ണിന് വേണ്ടി സമരം ചെയ്യുന്ന ഒരു ജനതയാണ് ഞങ്ങള്. ഇനി എത്ര നാളെ നിങ്ങൾ എപ്പോ തുടങ്ങി തീർക്കും? ഈ കമ്മീഷൻ എപ്പോ തീർക്കും? അത് പറ, ഉറപ്പ് പറ. ഞങ്ങൾ ഇന്ന് ഒരാഴ്ചക്കുള്ളിൽ തീർക്കോ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ തീർക്കോ? അത് പറ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ച് എല്ലാ മാർഗങ്ങളും രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂക്കിയെ ഞങ്ങളറിയാതെ ഞങ്ങൾക്ക് വീണ്ടും ഒരു കമ്മീഷനെ വെക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ എന്താണ്? നല്ലൊരു തീരുമാനം അല്ലാതെ. അതുകൊണ്ട് ജുഡീഷ്യൽ തീരുമാനം വെച്ച് കഴിഞ്ഞാൽ ഇനി നീണ്ടുപോകല്ലേ. കേരളത്തിന്റെ തീരുമാനത്തിൽ ആശങ്കയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇനി പാർലമെന്റിലെ ഒരു തീരുമാനം കൂടി കഴിയണം. ഞങ്ങൾ സമരം തുടരും. ഞങ്ങളെല്ലാവരും വേദനിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത്രയും കാലം സമാധാനത്തിൽ കൂടി പോയിക്കൊണ്ടിരുന്ന ഈ സമരം 41ാം ദിനം കൂടുതൽ വേദനയോടുകൂടിയാണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. സമരം നമ്മൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. നമുക്കൊപ്പം TV പ്രസാദ് ചേരുന്നുണ്ട്. TV പ്രസാദ്, മുനമ്പം വിഷയം ഒരു നിയമപ്രശ്നമാണ്. ആ നിയമപ്രശ്നം കോടതിയിൽ ഇരിക്കുന്നതാണ്. കോടതി ഈ ഭൂനികുതി സ്വീകരിക്കാൻ പാടില്ല എന്ന് ഉത്തരവിട്ടിരിക്കുന്നതാണ്. ആ സ്റ്റേ ഓർഡറിനെ മറികടന്നുകൊണ്ട് സർക്കാരിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് സ്റ്റേ ഒഴിപ്പിക്കുക, അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുക, അത് സർക്കാർ എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? നമ്പർ 1. നമ്പർ 2, ഈ ജുഡീഷ്യൽ കമ്മീഷനെ തീരുമാനിച്ചിരിക്കുന്നത് ഈ വഖഫ് ഭൂമി പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കുന്നതിന്, അതിനെ സാങ്കേതിക നിയമ നൂലാമാലകൾ മറികടക്കുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയല്ലേ? യഥാർത്ഥത്തിൽ ഇതല്ലാതെ മറ്റെന്താണ് സർക്കാരിന് ചെയ്യാൻ സാധിക്കുക? അരുൺ, ഇതിലൊരു ശാശ്വത പരിഹാരം എങ്ങനെ എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം എന്നുള്ളതാണ് തീരുമാനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനം സർക്കാർ എടുത്തിരുന്നുവെങ്കിൽ അതൊരുപക്ഷെ ശാശ്വതമായ തീരുമാനമായി മാറില്ല എന്ന ഒരു കാഴ്ചപ്പാടിന്റെയും നിഗമനത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂലങ്കഷമായി ചർച്ച ചെയ്ത് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക്, ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത്. അരുൺ, അതായത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ മാത്രം നിയമിക്കുക എന്നുള്ളതായിരുന്നില്ല ഇന്നത്തെ തീരുമാനം എന്നുള്ളതാണ്. കാരണം വലിയ സെൻസിറ്റീവായ ഒരു വിഷയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ മറ്റ് ചില പ്രധാന തീരുമാനങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് തോന്നുന്നത്, നിലവിൽ നോട്ടീസ് കൊടുത്ത ആരെയും കുടിയിറക്കില്ല എന്ന ഒരു തീരുമാനമാണ് ഇന്നത്തെ മീറ്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന്. 2, ഇതിൽ ഇനിയിപ്പോൾ ഉടനടി ഒരു നോട്ടീസ്, അതായത് ഇനിയൊരു നോട്ടീസ് വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല. ഈ 2 കാര്യങ്ങളും വഖഫ് ബോർഡിനോട് നിർദ്ദേശിച്ചതായി ഇന്നത്തെ യോഗത്തിന് ശേഷം മന്ത്രിമാർ പറയുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഭൂമിയിൽ നിയമപരമായി അവകാശമുള്ള ഒരൊറ്റ ആളെയും അവിടെ നിന്ന് കുടിയിറക്കുന്ന പ്രശ്നമില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മന്ത്രിമാർ പറയുന്നുണ്ട്. മന്ത്രിമാർ അതിന്റെ സാങ്കേതിക പ്രശ്നമാണ് വിശദീകരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന യോഗം എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു എങ്കിൽ
ആ തീരുമാനം നാളെ അത് നിയമപരമായി ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായാൽ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഇല്ലാതെ വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സെൻസിറ്റീവ് വിഷയമായതുകൊണ്ട് തന്നെ ഏത് സമയത്തും കത്തിപ്പടരാവുന്ന ഒരു വിഷയമായി ഇത് മാറാതിരിക്കാൻ സർക്കാരിന്റെ മുന്നിലുള്ള പോംവഴി എന്ന് പറയുന്നത് ഇതിനൊരു ശാശ്വതമായ പരിഹാരം എന്നുള്ളതാണ്. അതേസമയം തന്നെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുമ്പോൾ ആ സമയത്ത് ഇത് എത്ര കാലം നീണ്ടുപോകും എന്നൊരു ആശങ്ക സ്വാഭാവികമായും സമരക്കാരിലുണ്ടാകും. ആ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് മറ്റ് പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങളുള്ളത്. അതിലൊന്ന്, നിലവിൽ നോട്ടീസ് കൊടുത്ത ആരെയും അവിടെ നിന്ന് കുടിയിറക്കില്ല. അങ്ങനെ ഒരു നിർദ്ദേശം വഖഫ് ബോർഡിനോട് സർക്കാർ നിർദ്ദേശിക്കുന്നു. 2, ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണത്തിന്റെ സമയത്ത് പുതിയ ഒരു നോട്ടീസ് കൊടുക്കരുത് എന്ന നിർദ്ദേശവും വഖഫ് ബോർഡിനോട് സർക്കാർ നിർദ്ദേശിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഗൗരവമേറിയ ഒരു വിഷയമായി ഉയർന്നു വന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായി ഈ തീരുമാനം മാറുന്നു എന്നുള്ളതാണ് സർക്കാരിന് മുന്നിലുള്ള ലക്ഷ്യം. ശാശ്വതമായ പരിഹാരമാണ്. അങ്ങനെ പരിഹരിക്കണമെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് അവലോകനം ചെയ്തുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണം. അതിനാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നത്. അതിന്റെ ഇടയിൽ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനാണ് പുതിയ നോട്ടീസ് ഉണ്ടാവരുതെന്നും ഉള്ള നോട്ടീസിൽ നടപടി ഉണ്ടാകരുതെന്നുള്ള തീരുമാനം. ഒപ്പം കൈവശാവകാശമുള്ള ഒരൊറ്റ ആൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന തീരുമാനം കൂടി ഇന്നത്തെ യോഗത്തിന്റെ ഭാഗമായി വരികയാണ്. അരുൺ. ഓക്കെ, താങ്ക് യു TV പ്രസാദ്. സർക്കാർ തീരുമാനങ്ങളാണ് ഉന്നതതല യോഗത്തിനു ശേഷം ഇപ്പോൾ TV പ്രസാദ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നമുക്കിപ്പം അതിഥികളുണ്ട്. രാജു പി നായർ, കോൺഗ്രസ് പ്രതിനിധി; ജോസഫ് ബെന്നി, ഭൂസംരക്ഷണ സമിതി കൺവീനർ. അല്പസമയത്തിനുള്ളിൽ വൈപ്പിൻ MLA-യും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം ഞാൻ ജോസഫ് ബെന്നിയിലേക്ക് പോകുന്നു. ജോസഫ് ബെന്നി, നമസ്കാരം. തീർച്ചയായിട്ടും വളരെ പെട്ടെന്നൊരു തീരുമാനമുണ്ടാകാൻ കഴിയാത്തൊരു വിഷയം. ആ വിഷയത്തിൽ സർക്കാരിൻ്റെ തീരുമാനങ്ങളോടുള്ള നിങ്ങളുടെ പ്രതിഷേധം ഞാൻ കണ്ടു. നിങ്ങളുടെ വികാരം ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ഇതിൽ 4 തീരുമാനങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നിയ ഒരു തീരുമാനം, ഈ കോടതിയിൽ ഇപ്പോൾ സ്റ്റേ ഉണ്ടല്ലോ ഈ ഭൂനികുതി സ്വീകരിക്കുന്നതിന്, ആ സ്റ്റേ ഒഴിവാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്ന് പറയുന്നതിനെ ഒരു പോസിറ്റീവായി കണ്ടുകൂടെ? ഇത് ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ അതൊരു നിയമപ്രശ്നമായതുകൊണ്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അതിൻ്റെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ നമുക്കെതിരെ മറികടക്കാൻ സാധിക്കൂ. ഒരാളെപ്പോലും കുടിയിറക്കില്ല എന്ന് സർക്കാർ പറയുന്നു. ഇനി വഖഫ് ബോർഡ് ഒരാൾക്ക് പോലും നോട്ടീസ് നൽകില്ല. നോട്ടീസ് നൽകിയ 12 പേരിൽ ആർക്കെതിരെയും നടപടിയും ഉണ്ടാവില്ല എന്ന് സർക്കാർ പറയുന്നു. വളരെ പെട്ടെന്ന് സർക്കാരിന് ഇതല്ലാതെ മറ്റെന്ത് നടപടിയാണ് സ്വീകരിക്കാൻ കഴിയുമായിരുന്നത്? ജോസഫ് ബെന്നി. ഞങ്ങൾ 35 വർഷം ഫറൂഖ് കോളേജിനോട് കേസ് കൊടുത്ത് ആ കേസ് നടത്തി അതിനുശേഷം ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണ് എന്ന് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഫറൂഖ് കോളേജിൻ്റെ നിന്നും വില കൊടുത്ത് വാങ്ങിക്കുന്നത്. അത് ഏറ്റവും കൂടിയ വിലയാണ് ഞങ്ങൾ കൊടുത്ത് വാങ്ങിച്ചത്. 33 വർഷമായിട്ട് ഞങ്ങൾ ഇത് എല്ലാ റവന്യൂ അവകാശങ്ങളും അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ 2008 വെച്ച ജുഡീഷ്യൽ കമ്മീഷൻ 14 വർഷത്തിന് ശേഷമാണ് 2022 ഞങ്ങൾക്ക് കരമടക്കാനായിട്ട് പറ്റില്ല, 2019 വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 35 വർഷമായിട്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഞങ്ങൾ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ ഭൂമി, ആ രജിസ്ട്രേഷന് വിലയില്ലാതെ വീണ്ടും ഒരു കമ്മീഷനെ വെക്കുക എന്നുള്ളത് നീതിയല്ല. കാരണം ഞങ്ങൾക്ക് വേണ്ടത് വഖഫ് ബോർഡിൻ്റെ ആസ്തി വിവരക്കണക്കിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഞങ്ങളെ കേൾക്കാതെ ഞങ്ങൾ 35 വർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ഈ തീരുമാനത്തിലെത്തിയത്. ഞങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിച്ചിരുന്നതും ഇനിയൊരു കമ്മീഷനെ വെച്ച് ഇത് ദീർഘിപ്പിച്ച് കൊണ്ടുപോകരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇതുപോലെ തന്നെ പറയുന്നത് ഞങ്ങളെ കുടിയിറക്കില്ല. ഞങ്ങളെങ്ങനെ കുടിയിറക്കണത്? 200 വർഷങ്ങൾക്ക് മേലെയായിട്ട് താമസിച്ചൊരു ചരിത്രം ഇവിടെയുണ്ട്. ഫറൂഖ് കോളേജ് പോലീസും പട്ടാളവുമായി വന്നിട്ട് ഞങ്ങളെ കുടിയിറക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ പറയുന്നു ഇനി നോട്ടീസ് തരികയില്ലെന്ന്. നോട്ടീസ് തരുന്നതിൽ എന്താ പ്രസക്തിയുള്ളത്? അതില്ല. പിന്നെ മറ്റ് 12 പേരെ അവർക്കും നോട്ടീസോ അതിലൊന്നും ഒരു പ്രസക്തിയുമില്ല. ഞങ്ങൾക്ക് വേണ്ടത് വഖഫ് ബോർഡിൻ്റെ ആസ്തി വിവരക്കണക്കിൽ നിന്നും ഞങ്ങൾക്ക് മോചനം തന്നെ.
അത് മാത്രമാണ് ഞങ്ങൾക്കുള്ള ശാശ്വതമായ ഒരു പരിഹാരം. അതിന് ഒരു കമ്മീഷൻ വെച്ചു, അതിൻ്റെ പിന്നാലെ പോയി ഞങ്ങളുടെ ആധാരങ്ങൾ വീണ്ടും പരിശോധിക്കുക. അപ്പം ഞങ്ങൾ കോടിക്കണക്കിന് രൂപ പല ഘട്ടങ്ങളിലായി, അതായത് എൻ്റെ ആധാരം തന്നെ മറച്ചു വിൽക്കുന്ന സമയത്ത് 5ഉം 10ഉം പ്രാവശ്യങ്ങൾ തന്നെ ഇവിടെ മറച്ചു വിറ്റ പലരുണ്ട്. അവരുടെ അടുത്തെല്ലാം നികുതി പണം വാങ്ങിയതാണ്. അപ്പോൾ അതെല്ലാം കാറ്റിൽ പറത്തുകയല്ല. ആ ആധാരത്തിന് പുല്ലുവിലയുണ്ടോ? ഞങ്ങളുടെ അവകാശത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വീണ്ടും ഒരു പരിശോധന ജുഡീഷ്യൽ കമ്മീഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള ജുഡീഷ്യൽ കമ്മീഷന്റെ നന്നായിട്ട് അറിയാം. ആ ആശങ്ക നമുക്ക് അസ്ഥാനത്തല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അപ്പോഴും എൻ്റെ ഒരു സംശയം, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഉത്തരവ് അവിടെ കിടക്കുന്നു. പ്രദേശവാസികൾ 5 പേർ നൽകിയ മറ്റു ചില ഹർജികളും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. സർക്കാരിന് നാളെ നിങ്ങളുടെ കരം സ്വീകരിക്കുക സാധ്യമല്ലല്ലോ നേരിട്ട്. ഇപ്പോൾ റവന്യൂ വകുപ്പ് തീരുമാനിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെതിരായി നിങ്ങളുടെ കരം സ്വീകരിക്കുക സാധ്യമല്ലല്ലോ. അതൊരു നിയമപോരാട്ടമാണല്ലോ. ആ നിയമപോരാട്ടത്തിലേക്ക് കടക്കേണ്ടി വരും. ഇത് വഖഫ് ഭൂമിയല്ല എന്ന് വഖഫിൻ്റെ ബില്ലിൽ നിന്നത് ഒഴിവാക്കണമെങ്കിൽ, വഖഫിൻ്റെ ആസ്തിയിൽ നിന്നത് ഒഴിവാക്കണമെങ്കിൽ അതൊരു നിയമത്തിലൂടെ മാത്രമല്ലേ സാധ്യമാവൂ, അഥവാ നിയമ പോരാട്ടത്തിലൂടെയല്ലേ സാധ്യമാവൂ. അത് കോടതിയിൽ നമുക്ക് പറയണം. കാര്യം വഖഫിൻ്റെതല്ലെന്ന് പറയാൻ 100 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന്, ഇത് നിബന്ധനകൾ പ്രകാരം സിദ്ദിഖ് സേട്ട് ഫറൂഖിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ നിബന്ധനകൾ വെച്ചാൽ ആ നിമിഷം തന്നെ ഇത് വഖഫ് അല്ലാതായി മാറും എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അതിനകത്ത് വഖഫ് എന്ന് എഴുതി ചേർന്നതുകൊണ്ട് വിലയാധാരമായി നൽകുന്ന ഒരു ഭൂമി വഖഫ് ഭൂമിയാവില്ല, അഥവാ അത് വഖഫ് ആധാരവുമാവില്ല. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് കോടതി വഴി നമുക്ക് സ്ഥാപിച്ച് കിട്ടണം. അതിന് സർക്കാരിൻ്റെ പരിമിതിയില്ലേ ജോസഫ് പെന്നി? ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കരമടയ്ക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി തീർക്കാം. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യുക, അതല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ജോസഫ്? അല്ല, അവിടെ ഒരു പ്രശ്നമുള്ളത് 2022 ഈ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾ നിഷേധിച്ചു. ഗവൺമെൻറ് ഞങ്ങൾക്ക് കരമടക്കാൻ ഓർഡർ തരുന്നു. ആ കരമടക്കാൻ ഓർഡർ തന്നത് വഖഫ് പ്രോപ്പർട്ടിക്ക് കരമടക്കാൻ വേണ്ടിയിട്ടാണ്. അതവിടെ ഒന്നാമത്തേത് ഞങ്ങൾക്ക് പറ്റിയ ഒരു ചതിയാണ്. 2, അതിനുശേഷം ഞങ്ങൾ കൊടുത്ത ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ബഹുമാനപ്പെട്ട ജഡ്ജി TR രവി ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഓർഡർ ഇട്ടു. പക്ഷേ എങ്ങനെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് വെക്കേറ്റ് ചെയ്തത്? ആ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് സ്റ്റേ ചെയ്തത് വഖഫ് ബോർഡ് ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞ് അഫിഡാവിറ്റ് കൊടുത്തതിൻ്റെ പേരിലാണ്. അതെ, അതിന് കാരണമായി തീർന്നതോ ഞങ്ങൾക്ക് കരമടക്കാനായിട്ട് വഖഫ് പ്രോപ്പർട്ടിക്കാണ് ഗവൺമെൻറ് കരമടക്കാൻ തന്നത്. അതും അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചത്? ഞങ്ങളുടെ നീതി നിഷേധപ്പെട്ടത്, ഞങ്ങൾക്ക് ഡിവിഷൻ ബെഞ്ചിൽ നിന്നും സ്റ്റേ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കരമടക്കലല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങൾക്ക് അന്ന് എങ്ങനെയാണോ ഡിവിഷൻ ബെഞ്ച് അഫിഡാവിറ്റ് വഖഫ് ബോർഡ് കൊടുത്തത് ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്നുള്ള മാറ്റം വന്നിരിക്കുന്നു, ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് അഫിഡാവിറ്റ് കൊടുത്താൽ മതി. ഞങ്ങൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കോടതിയിൽ കൊടുത്താൽ തീരാവുന്നൊരു പ്രശ്നമേ ഉള്ളൂ എന്നാണ് ജോസഫ് പറയുന്നത്. അതെ, അങ്ങനെയാണ് ഇത് ഡിവിഷൻ ബെഞ്ച്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അവകാശങ്ങളും നിഷേധിച്ചത്. അതെ, നിങ്ങളുടെ കരമൊടുക്കാൻ കഴിയില്ല ഈ അഫിഡവിറ്റിന്റെ പുറത്താണ്. പക്ഷേ ഇപ്പോൾ സർക്കാരിന് വഖഫിനോട്, കാര്യം വഖഫ് ഒരു ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ആണല്ലോ, പക്ഷെ അവിടെയും സർക്കാരിന് പറയാൻ കഴിയുക നിങ്ങൾ ഇനി നോട്ടീസ് സെർവ് ചെയ്യരുത്, കോടതിയിൽ നിന്ന് അന്തിമ തീരുമാനം വരുന്നതുവരെ. കോടതിയിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് എനിക്കൊരു സംശയമുള്ളത്. വഖഫ് ബോർഡ് കോടതിയുടെ മുൻപിൽ ഇത് തങ്ങളുടെ പ്രോപ്പർട്ടി അല്ല എന്നു പറഞ്ഞുകൊണ്ട്, അഥവാ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ക്ലെയിം ഇല്ല, ഇത് ഞങ്ങളുടെ വഖഫിൻ്റെ ആസ്തിയിൽ നിന്ന് ഒഴിവാക്കാം എന്നൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതിന് സർക്കാർ വഖഫ് ബോർഡിനെ സമ്മർദ്ദം ചെലുത്തുകയോ സർക്കാർ വഖഫ് ബോർഡിനോട് ആവശ്യപ്പെടുകയോ വേണം എന്നതല്ലേ നിങ്ങളുടെ ആവശ്യം? അതെ, തീർച്ചയായിട്ടും അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞാൻ ഇതിനൊരു നിയമവശം കൂടി എനിക്കൊന്ന് അറിയേണ്ടതുണ്ട്. ഞാൻ രാജു പിന്നാലേക്ക് കൂടി വരാം. ഒരു നിമിഷം ശ്രീ ജോസഫ് പെന്നി. നമുക്കിപ്പം ശ്രീ അബ്ദുൽ ഖാദർ, KV അബ്ദുൽ ഖാദർ മുൻ MLA കൂടി ചേരുന്നുണ്ട്. ശ്രീ KV അബ്ദുൽ ഖാദർ MLA, ഈ ജുഡീഷ്യൽ കമ്മീഷനെ തീരുമാനിക്കാനുള്ള നീക്കം ശക്തമായ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. കാരണം ഇതിനു മുമ്പൊരു ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ചു. ഒടുവിൽ ആ ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ പിന്നീട് 2008 തീരുമാനിച്ചിട്ട് 10-11 വർഷത്തിന് ശേഷമാണ്, എനിക്കൊന്ന് 14 വർഷത്തിന് ശേഷമാണ് ഇത് വഖഫ് ഭൂമിയാണ് അങ്ങനെ ഒരു ക്ലെയിം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ഇവരുടെ ആവശ്യം ഇപ്പോൾ നമ്മളോട് ജോസഫ് പെന്നി പറഞ്ഞതാണ്, വഖഫ് ബോർഡിനോട് സർക്കാർ ആവശ്യപ്പെടുക,
വഖഫ് ബോർഡ് അവരുടെ ക്ലെയിമിൽ നിന്ന് ഈ പ്രോപ്പർട്ടി ഒഴിവാക്കുക. ഇത് പക്ഷേ കോടതിയിൽ മറ്റൊരു അഫിഡവിറ്റ് കൊടുക്കണം, നേരത്തെ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കണം. ഇതാണ് ഇവരുടെ ആവശ്യം. നികുതി അടയ്ക്കുക എന്നുള്ളത് വഖഫ് ഭൂമിയിൽ ഇവനി ആരും നികുതി അടയ്ക്കാൻ തയ്യാറല്ല. ശ്രീ KV അബ്ദുൽ ഖാദർ, ഈ പ്രശ്നത്തെ ഇനി എങ്ങനെയാണ് പരിഹരിക്കുക? ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നപരിഹാര ഫോർമുല സമരക്കാർ അംഗീകരിക്കുന്നില്ല. ശ്രീ KV അബ്ദുൽ ഖാദർ MLA. ശ്രീ KV അബ്ദുൽ ഖാദർ MLA നമുക്കൊപ്പം ചേരുന്നു. മുൻ MLA ആണ്. അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. അദ്ദേഹം അത് കേട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ചെറിയൊരു ശബ്ദ തടസ്സമുണ്ട്, ശബ്ദവിനിമയത്തിൽ ഒരു ചെറിയ തടസ്സം നേരിട്ടിട്ടുണ്ട്. ഞാൻ ആ സമയം കൊണ്ട് ശ്രീ രാജു പി നായരിലേക്ക് കൂടി പോയി വരാം. ശ്രീ രാജു പി നായർ, സർക്കാരിൻ്റെതായിട്ട് വന്നിരിക്കുന്ന 5 തീരുമാനങ്ങൾ താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിലൊന്ന് ജുഡീഷ്യൽ കമ്മീഷൻ, CN രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ കമ്മീഷനെ തീരുമാനിച്ച് ഇതിലെ നിയമവശങ്ങൾ പഠിച്ച് സർക്കാരിന് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക. 3 മാസത്തെ സമയപരിധി. 2, വഖഫിൻ്റെ ഇപ്പോഴുള്ള ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാതിരിക്കുക. മറ്റൊരാൾക്ക് പോലും ഇനി 12 പേര് കവിഞ്ഞൊരു നോട്ടീസ് പോലും കൊടുക്കാതിരിക്കുക. നോട്ടീസ് കിട്ടിയ 12 പേരിൽ ആർക്കെതിരെയും നടപടി ഉണ്ടാവാതിരിക്കുക. സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നതിനുള്ള നടപടി ആരംഭിക്കുക. ഇത്രയുമാണ് സർക്കാർ ഉന്നതതല യോഗത്തിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീ രാജു പി നായർ, ഇതിനും അപ്പുറം സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്നാണ് നിങ്ങളുടെ പക്ഷം? ശ്രീ അരുൺകുമാർ, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ആരെയും കുടിയൊഴിപ്പിക്കില്ല എന്നുള്ള തീരുമാനമൊക്കെ നവംബർ 5 വഖഫ് ബോർഡിന്റെ ചെയർമാൻ പറഞ്ഞതല്ലേ? അതെ. ഞങ്ങൾ കോടതിയിൽ വരുന്നതനുസരിച്ച് തീരുമാനിക്കും, അതുവരെ ആരെയും കുടിയൊഴിപ്പിക്കില്ല എന്ന് പറഞ്ഞ തീരുമാനം ഉന്നതതല യോഗം മുഖ്യമന്ത്രിയോട് വേണ്ടായിരുന്നല്ലോ. നവംബർ 5 വഖഫ് ചെയർമാൻ പറഞ്ഞല്ലോ. അന്ന് വഖഫ് ചെയർമാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇത് മാറ്റണമെങ്കിൽ സർക്കാർ തീരുമാനിക്കട്ടെ എന്നൊരു കാര്യം കൂടി പറഞ്ഞു, ഇല്ലേ? എന്താ മുനമ്പത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? അരുൺകുമാറോട് സൂചിപ്പിക്കുകയുണ്ട്. എന്നാലും ഞാൻ പറയാം 3 ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്ന്, ഇത് വഖഫായിട്ട് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ആൾക്കാർ താമസിച്ചിരുന്നു. ആളുകൾ താമസിക്കുന്ന ഭൂമി വഖഫായിട്ട് എഴുതി കൊടുക്കാൻ സാധിക്കില്ല. 2, കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് എഴുതിയത്. കണ്ടീഷൻ വഖഫിൻ്റെ കാര്യത്തിൽ നടക്കില്ല, അത് പെർമനൻറ്റ് ഡെഡിക്കേഷനാണ്. ആ ഇർറിവോക്കബിൾ ഡെഡിക്കേഷനാണ്. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലുള്ള ഡെഡിക്കേഷനാണ്. അതല്ല എന്നുള്ളത് ഇതിനകത്തുള്ള കാര്യങ്ങൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം. 3, ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഫാറൂഖ് കോളേജ് ഉൾപ്പെടെ പറഞ്ഞ പോലെ തന്നെ അവർ പണം മേടിച്ച് ഈ സ്ഥലം വിൽക്കുകയും ചെയ്തു. ഈ 3 കാര്യങ്ങൾ കൊണ്ട് ഇത് വഖഫ് അല്ല എന്നുള്ളത് ഇന്ന് സാധാരണ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ വഖഫ് അല്ലാത്ത ഒന്നിനെ സംബന്ധിച്ച് കോടതിയിൽ കേസ് കൊടുക്കുന്നിടത്ത് വഖഫ് അതിൽ നിന്ന് ഞങ്ങൾക്ക് ക്ലെയിം ഇല്ല, ഈ കാരണങ്ങൾ കൊണ്ട് ഫാറൂഖ് കോളേജിൻ്റെ അഫിഡവിറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ പണം മേടിച്ച് ഈ സ്ഥലം വിറ്റിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഇത് അനിസ്ലാമികമാണ്, ഇത് വഖഫായിട്ട് പരിഗണിക്കേണ്ടതില്ല, അതുകൊണ്ട് ഞങ്ങൾ ക്ലെയിം വിഡ്രോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടുകയാണ്. പക്ഷേ അതല്ലല്ലോ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇനിയൊരു ജുഡീഷ്യൽ കമ്മീഷൻ. ഈ ജുഡീഷ്യൽ കമ്മീഷന് 3 മാസം പറയുന്നു. നമുക്ക് നമ്മുടെ കമ്മീഷനുകളുടെ എല്ലാം ചരിത്രം നമുക്ക് അറിയാനായിരുന്നേ, എത്ര വർഷക്കാലം അല്ലെങ്കിൽ എത്ര നാൾ ആ ജുഡീഷ്യൽ കമ്മീഷൻ മുന്നോട്ട് പോകുമെന്നുള്ളത്. അപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു തീരുമാനമെടുക്കുന്നത് വഴി ഒന്ന് ഈ പ്രോസസ്സിനെ മുഴുവൻ ഡിലേ ചെയ്യുകയാണ്, സമയം മേടിക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയം മേടിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം ഇന്ന് അതൊരു വർഗീയ ധ്രുവീകരണത്തിനുള്ള കാരണമായി മാറിയിരിക്കുന്നു. ഇന്ന് വലിയ വെള്ളത്തിൽ തീ പിടിപ്പിക്കുന്ന രീതിയിൽ വലിയ നുണപ്രചരണങ്ങളും ഒരു സമുദായ മതധ്രുവീകരണത്തിനും വേണ്ടി ആയുധമായിട്ട് മാറിയപ്പോൾ ആ തീ എത്രയും പെട്ടെന്ന് കെടുത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയമായും ഭരണപരമായും ചെയ്യേണ്ട ഒന്ന്. അത് നടക്കുന്നില്ല, ഇനിയും സമയം മേടിക്കുകയാണ്. 1. രണ്ടാമത്തെ കാര്യം, ഇത് ആരെ കേട്ടുകൊണ്ടാണ് ഈ തീരുമാനം എടുക്കുന്നത്? നോക്കൂ, ഈ തീരുമാനം വരുമ്പോൾ ആ സമരഭൂമിയിലുള്ള ആൾക്കാർ മുഴുവൻ അതിനെ പ്രതിഷേധിക്കുകയാണ്. അവർ കൂടി ഉൾപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൂടെ ഇരുത്തി മുസ്ലിം സംഘടനകൾ ഇതിനകത്ത് പൂർണ്ണ പിന്തുണ, മുസ്ലിം സംഘടനകൾ ഇതിനകത്ത് ആ താമസിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പിന്തുണ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൂടെ ഇരുത്തി അവിടെ ഒരു തീരുമാനം ഉരുത്തിരിഞ്ഞു വരേണ്ടതിന് പകരം ഏകപക്ഷീയമായി ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കുന്നത് ശരിയാണോ? അതല്ലേ ഇപ്പൊ വീണ്ടും ഈ പ്രശ്നം ഇനിയും ആളിക്കത്താനുള്ള കാരണമായി വരുന്നത്. ശ്രീ രാജു, വളരെ ലോജിക്കലായ ചോദ്യങ്ങളാണ്. ഞാൻ അതിലേക്ക് വരാം. എനിക്ക് ശ്രീ KV അബ്ദുൽ ഖാദർ MLA അങ്ങ് ചോദിച്ച ഈ 2 ചോദ്യങ്ങൾ ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കേണ്ടത്. ഒരു 10 സെക്കൻഡ് ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് അദ്ദേഹം മറുപടി പറയട്ടെ. ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് അദ്ദേഹം മറുപടി പറയട്ടെ. ഒരു പോയിന്റ് കൂടി. 2, 3 പ്രതിപക്ഷം എന്താ ആവശ്യപ്പെട്ടത്? സർവകക്ഷി യോഗം വേണം.
സർവകക്ഷി യോഗം നടത്തി അവിടുത്തെ സാധാരണ മനുഷ്യരുടെ മുഴുവൻ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ ഒരുമിച്ചിരുത്തി എന്താണോ തീരുമാനിക്കേണ്ടത് ആ തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ അവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് കുറച്ചുകൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ ആ തീരുമാനം വരുമായിരുന്നു. അതും ഉണ്ടായില്ല. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം സാധാരണ അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കേട്ടില്ല, രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കുന്നില്ല, പകരം ഏകപക്ഷീയമായ ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കുന്നു. ആ തീരുമാനം സമരക്കാർക്കോ പൊതുസമൂഹത്തിനോ യോജിക്കാൻ കഴിയുന്നതല്ല. അത് ആത്യന്തികമായി ഉണ്ടാക്കാൻ പോകുന്നത് ഈ വർഗീയ ശക്തികൾക്ക് കൂടുതൽ വിഷം വമിപ്പിക്കാനും ജനങ്ങളെ ധ്രുവീകരിക്കാനുമുള്ള സമയം സർക്കാർ നൽകുകയാണ്. CPM ആ സമയം BJPക്ക് സമ്മാനിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നം കൂടിയായിട്ട് ഞാൻ തിരിച്ചു വരാം. ശ്രീ രാജു, മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സർക്കാരിന്റെ ഉന്നതതല യോഗം മുന്നോട്ട് വെച്ച 4 നിർദ്ദേശങ്ങളും ഇപ്പോൾ സമരസമിതി തള്ളിക്കളയുകയാണ്. യഥാർത്ഥത്തിൽ മുനമ്പത്ത് പിടിവാശി ആർക്ക് എന്നാണ് ചോദ്യം. നമുക്കിപ്പം CKV അബ്ദുൽ ഖാദർ മുൻ MLA ഉണ്ട്. CKV അബ്ദുൽ ഖാദർ MLA, ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചതാണ് ഇപ്പോൾ സമരക്കാരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ വഖഫ് ബോർഡ് അവരുടെ ആസ്തിയിൽ നിന്ന് ഈ ഭൂമി ആ ക്ലെയിം ഒഴിവാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പ്രതിപക്ഷവും പറയുന്നു, അതേപോലെ സമരക്കാരും പറയുന്നു. അത് ചെയ്യാൻ എന്താണ് സർക്കാരിനൊരു ബുദ്ധിമുട്ടുള്ളത്? നിലവിലൊരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചതുകൊണ്ട് ഇനിയും ഈ കാര്യങ്ങൾ നീണ്ടുപോവുകയല്ലേ ഉള്ളൂ? ഒരു വർഗീയ മുതലെടുപ്പിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടോ സർക്കാർ? നിയമപരവും സാങ്കേതികവുമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കേസാണ്. ഇവിടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ചെയ്യുന്നത് ഇരകൾക്കൊപ്പം ഓടുകയും വേട്ട നായ്ക്കൾക്കൊപ്പം വേട്ടയാടുകയും ചെയ്യുക എന്ന ഒരു സമീപനാണ്. രാജു പി നായർ ഞാൻ പറഞ്ഞ കേൾക്കുകയുണ്ടായി. സത്യത്തിൽ ഈ പ്രശ്നം ഇത്രമേൽ സങ്കീർണമാക്കിയതിൽ UDF നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് വലിയ പങ്ക് ഉണ്ടായിട്ടുണ്ട്. നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പൊ താങ്കൾ ചോദിച്ചു, പെട്ടെന്ന് ഗവൺമെന്റിനൊരു തീരുമാനം എടുത്തുകൂടെ എന്ന്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നിലപാടെടുത്തൊരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. കരമടക്കാനുള്ള അവകാശം അവർക്ക് നൽകിയപ്പോ ഹൈക്കോടതിയാണ് അത് റദ്ദ് ചെയ്തത്. നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ, ഈ സാങ്കേതിക പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയുന്ന തരത്തിൽ ഇപ്പോൾ പുതിയ സാഹചര്യങ്ങൾക്കനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ജുഡീഷ്യൽ എൻക്വയറി ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുള്ളത് തീർത്തും ശരിയായിട്ടുള്ളൊരു സമീപനമാണ്. ഇവിടെ ഞാൻ ഈ ബോർഡിന്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ഏതാണ്ട് 2009 മുതൽ 2011 വരെ പ്രവർത്തിച്ച ആളാണ്. സത്യത്തിൽ ഈ പ്രശ്നം സങ്കീർണമാക്കിയത് ഏത് ഘട്ടത്തിലാണ്? UDFന്റെ നേതാക്കൾ ചെയർമാൻ ആയിട്ട് പ്രവർത്തിച്ച ഭരണസമിതിയുടെ കാലത്താണ് ഈ രജിസ്റ്ററിൽ ഇത് കേൾക്കുന്നതും ഇത് തിരിച്ചുപിടിക്കാൻ തീരുമാനമെടുക്കുന്നതും. ആ തീരുമാനമെടുത്ത ആളുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോ പൊതുവേദിയിൽ വന്നു നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. പക്ഷെ ഒരു സംശയം ചോദിക്കട്ടെ KV അബ്ദുൽ ഖാദർ, തെറ്റുണ്ടെങ്കിൽ എന്നെ അങ്ങേക്ക് തിരുത്താം. ഇതിൽ നിസാർ കമ്മീഷന്റെ തീരുമാനം വരുന്നത് VSന്റെ കാലത്തല്ലേ? ആ നിസാർ കമ്മീഷന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ റഷീദ് തങ്ങൾ അധ്യക്ഷനായിട്ടിരിക്കുന്ന വഖഫ് ബോർഡിന് അന്നൊരു തീരുമാനം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് എടുക്കേണ്ടി വന്നത്? നിസാർ കമ്മിറ്റിയുടെ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കിയില്ലല്ലോ. അതായത് കോടതി ഇടപെട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞപ്പോഴല്ലേ റഷീദ് അലി തങ്ങൾ ആ തീരുമാനമെടുത്തത്? സാമൂഹ്യമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതിനകത്ത് അന്തർലീനമായിരുന്നു എന്നതുകൊണ്ടാണ്. കാരണം ഇത് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഒരു വിൽപ്പന മാത്രം നടന്നൊരു സംഗതിയല്ല. 2 or 3 തലങ്ങളിൽ വസ്തു കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ ഞങ്ങളുടെ ബോർഡ് സ്വീകരിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് അവർക്ക് നോട്ടീസ് അയക്കുകയും അതുമായി ബന്ധപ്പെട്ട നിരവധി സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കടക്കുകയാണ് ചെയ്തത്. അതെല്ലാം ചെയ്ത ആളുകൾ ഇപ്പൊ കൈയൊഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ഈ പ്രശ്നത്തെ സങ്കീർണമാക്കുന്നതിന് വർഗീയ ശക്തികൾക്ക് കൂടെ ചൂടുകയാണ് അവരൊക്കെ ചെയ്യുന്നത്.
അപ്പൊ ഈ കാര്യത്തിൽ ഇപ്പൊ ഗവൺമെന്റിന് എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനം ഉന്നതതല യോഗത്തിൽ ഈ ഭൂമി ഒരു പ്രശ്നമില്ലാത്ത നിലയിൽ അങ്ങ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റ് സംബന്ധിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇതേ സംബന്ധിച്ച് നിസാർ കമ്മീഷൻ തന്നെ കണ്ടെത്തിയ കാര്യങ്ങൾ വസ്തുതാപരമായിരുന്നോ, അതിനകത്ത് എന്തെങ്കിലും സാങ്കേതിക പിഴവുകൾ ഉണ്ടായിരുന്നോ, അത് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടല്ലേ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് അതിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ താമസിക്കുന്ന ഒരാളെയും കുടിയൊഴിപ്പിക്കാൻ ഈ ഗവൺമെന്റ് സന്നദ്ധമല്ല എന്ന് മാത്രമല്ല. സംശയം ശ്രീ കെ വി അബ്ദുൽ ഖാദർ, കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറലിന്, കേരളത്തിൽ നിയമവിദഗ്ധരായിട്ടുള്ള അഭിഭാഷകർക്ക് ഈ പ്രശ്നത്തിന്റെ നിയമസങ്കീർണത മനസ്സിലായിട്ടുണ്ട്. അവരതിനുള്ള സൊല്യൂഷൻ തന്നെ പറയുന്നുണ്ട്. ആ സൊല്യൂഷനുകളിൽ ഒന്ന് ഇത് വഖഫ് ഭൂമിയല്ല എന്നുള്ളത് കോടതിയിൽ സ്ഥാപിച്ചാൽ മതി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതുപോലെ ഉപാധികളോടുകൂടി ഈ സിദ്ദിഖ് സേട്ട് ഈ ഫറൂഖ് കോളേജിന് കൊടുക്കുന്നു, മാനേജ്മെൻറ്റിന് കൊടുക്കുന്നു. അത് പിന്നീട് വിലയാധാരമായിട്ട് തൊഴിലാളികൾ 1980-കളിൽ വാങ്ങുന്നു. അത് പിന്നീട് രജിസ്റ്റർ ചെയ്ത 30 വർഷമായിട്ട് കരമടച്ചുകൊണ്ടിരുന്നവരുടെ അവകാശത്തെയാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു അഡ്വക്കേറ്റിന് അല്ലെങ്കിൽ ഒരു നിയമവിദഗ്ധന് ഉപദേശം നൽകാൻ കഴിയുന്ന ഒരു തീരുമാനത്തെ ഒരു ജുഡീഷ്യൽ കമ്മീഷന് വിട്ടുകൊണ്ട് പ്രലോങ് ചെയ്യിക്കുകയാണ്. ആ കാലാവധി നീട്ടിക്കൊടുക്കുമ്പോൾ ഇതിലൊരു വർഗീയ സാധ്യത കാണുന്ന, രാഷ്ട്രീയ സാധ്യത കാണുന്നവർ തീർച്ചയായിട്ടും അത് മുതലെടുക്കും. അല്ല, ഞാൻ പറയട്ടെ, ഇത്തരം കാര്യങ്ങൾ വേണ്ടത്ര പഠിക്കാതെയാണ് കേരളത്തിലെ പ്രതിപക്ഷം ഈ കാര്യങ്ങളിൽ പ്രതികരിക്കുന്നത്. നിസാർ കമ്മിറ്റി നിയോഗിച്ച സാഹചര്യം എന്തായിരുന്നു എന്നതിനെ കുറിച്ച് ഇവരാരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഞാൻ കൃത്യമായിട്ട് പറയാം. കോൺഗ്രസ് നേതാവായിട്ടുള്ള റഹ്മാൻ ഖാൻ അധ്യക്ഷനായി ഒരു പാർലമെന്ററി സമിതി വഖഫ് സ്വത്തുക്കളുടെ അന്യാധീനപ്പെടലിനെ സംബന്ധിച്ച് ഒരു കമ്മീഷൻ, പാർലമെന്ററി സമിതി ഉണ്ടായിരുന്നു. ആ സമിതിയുടെ കണ്ടെത്തലും അതുപോലെ തന്നെ അക്കാലത്ത് രജീന്ദർ സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടും ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലും ആ ഘട്ടത്തിലുമാണ് നിസാർ കമ്മിറ്റി നിയോഗിക്കുന്നത്. ഇപ്പൊ കമ്മിറ്റിയുടെ ഇതുമായി ബന്ധപ്പെട്ട കണ്ടെത്തൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. ഇത് പിന്നീട് വഖഫ് രജിസ്റ്ററിൽ ചേർക്കുന്നു. അത് തിരിച്ചു പിടിക്കാൻ ഇവരുടെ ഭരണസമിതി തീരുമാനമെടുക്കുന്നു. കോടതി ഈ കാര്യങ്ങൾ വരുമ്പോൾ വഖഫ് ബോർഡ് ആ ഘട്ടത്തിൽ നൽകേണ്ട മറുപടിയാണോ നൽകിയിരുന്നത് എന്നുള്ള കാര്യം സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം നിയമ സാങ്കേതിക പ്രശ്നങ്ങളുള്ള ഒരു കാര്യത്തെ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മതയോടെ അല്ലെങ്കിൽ വീണ്ടും സ്റ്റേകൾ വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള നിയമ നടപടികൾ, സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വളരെ ബുദ്ധിപൂർവമായിട്ട് ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. ഞാനിതൊരു ലേമാൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കട്ടെ ശ്രീ രാജു പെതിരെ, കണ്ടുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് സർ, ഇപ്പോഴുള്ള വഖഫ് ബോർഡിന്റെ ചെയർമാനാണെങ്കിലും അംഗങ്ങളാണെങ്കിലും പിണറായി വിജയൻ സർക്കാരിന് അഥവാ ഇടതു സർക്കാരിന് സ്വാധീനമുള്ള വഖഫ് ബോർഡ് അംഗങ്ങളായിരിക്കുമല്ലോ സ്വാഭാവികമായും. ഈ വഖഫ് ബോർഡിനോട് ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ചല്ലോ ഇനി നോട്ടീസ് അയക്കരുത് എന്ന് പറഞ്ഞപ്പോൾ വഖഫ് ബോർഡ് അത് കേട്ടു എന്നാണ് പറഞ്ഞത്. അത് വഖഫ് ബോർഡിന്റെ ചെയർമാൻ നേരത്തെ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. ഈ ക്ലെയിമിൽ നിന്ന്, അവരുടെ ആസ്തിയിൽ നിന്ന് ഈ ലീഗൽ ഡിസ്പ്യൂട്ട് ഉള്ളത് കാരണം ഇത് ഒഴിവാക്കി, ഈ സാഹചര്യത്തെ ഒഴിവാക്കി കൊടുക്കൂ എന്ന് വഖഫ് ബോർഡിനോട് സർക്കാരിന് നിർദ്ദേശിക്കാൻ പറ്റുമോ എന്നതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ വഖഫ് ബോർഡ് ഒരു അഫിഡവിറ്റ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നാണ് നമ്മളോട് സമരസമിതി ചോദിക്കുന്നത്. ശ്രീ അബ്ദുൽ ഖാദർ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. എന്റെ ചോദ്യം, വഖഫ് ബോർഡ് ഈ സത്യത്തിൽ സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ ഒരു അനുബന്ധ സംവിധാനം എന്ന നിലയിലല്ല, അതൊരു ക്വാസി ജുഡീഷ്യൽ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എടുക്കുന്ന ഉത്തരവ് അതേപോലെ അങ്ങ് ചെയ്യുക എന്നുള്ള പ്രശ്നം അതിനകത്ത് ഉദിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ UDF ഭരണസമിതി എടുത്ത നിലപാടുകളെ സംബന്ധിച്ചും പ്രശ്നം ഉണ്ടാവുമല്ലോ. സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സംവിധാനമാണ്. മാത്രവുമല്ല, ഈ പ്രശ്നം ഈ നിയമപരമായിട്ട് കോടതിയുടെ മുമ്പിലുള്ള ഒരു വിഷയമാണ്. ഇപ്പൊ കരമടയ്ക്കാനുള്ള ഗവൺമെന്റിന്റെ നിർദ്ദേശത്തെ ഹൈക്കോടതി ചോദ്യം ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വീണ്ടും ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്താൽ അതിന് നിയമപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വഖഫ് ബോർഡിനോട് ഉത്തരവിടാൻ സർക്കാരിന് കഴിയില്ല. പക്ഷേ സർക്കാരിന് വഖഫ് ബോർഡിനോട് നിർദ്ദേശിക്കുകയും അത് ഉപദേശിക്കുകയും ചെയ്യാമല്ലോ. വഖഫ് ബോർഡിനോട് ഈ പ്രശ്നം ഒഴിവാക്കാനും അവിടെയുള്ള മനുഷ്യരുടെ ആശങ്കകൾ ഒഴിവാക്കാനും. നിയമത്തിൽ ഇങ്ങനെ ഡിസ്പ്യൂട്ടുള്ള ഒരു സാഹചര്യത്തിലും നിലവിൽ നിങ്ങളുടെ വഖഫിന്റെ ക്ലെയിമിൽ നിന്ന് ഈ മുനമ്പത്തെ 404 ഏക്കർ 614 പേരുടെ വിഷയം അത് ഒഴിവാക്കി കൊടുക്കാൻ ആവശ്യപ്പെടാമല്ലോ എന്നാണ് ഇവർ ചോദിക്കുന്നത്.
വഖഫ് ബോർഡിന്റെ അതിനൊരു ചോദ്യം ചോദിക്കാനൊക്കെ വഴങ്ങുമോ? 2019 UDF നേതൃത്വത്തിൽ ആ കാലത്തിൽ ഒരു തീരുമാനം ഉണ്ട്. ആ നടപടിക്രമങ്ങൾ അതെനിക്ക് മനസ്സിലായി. എനിക്കറിയാം ആ ഒരു ട്രെയിൻ യാത്രയിലായതുകൊണ്ട് ഇടയ്ക്ക് റേഞ്ച് കട്ടാവുന്നുണ്ട്. പക്ഷേ എങ്കിലും ചുരുക്കി പറഞ്ഞാൽ അതിന് സർക്കാരിന് ഏതെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. സാങ്കേതിക തടസ്സമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ആ സാങ്കേതികവും നിയമപരമായ തടസ്സം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇപ്പൊ പുതിയ 3 മാസത്തിനുള്ളിൽ ഒരു റിപ്പോർട്ട് നൽകി അതിന്മേൽ നടപടിയെടുക്കുമെന്ന് പറയുമ്പോൾ ജുഡീഷ്യൽ കമ്മീഷന്റെ ഫൈൻഡിങ്സ് ഈ ബോർഡ് അംഗീകരിക്കണമെന്നുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ഈ പ്രശ്നത്തെ മറികടക്കുക എന്നുള്ളതാണ് പിന്നെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യേണ്ടതാണ്. അല്ലാതെ കലഹമുണ്ടാക്കിയാൽ ആ കലഹങ്ങൾ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണം. മനസ്സിലായി. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, എന്റെ ചോദ്യം ഇതാണ്. ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ നിലവിലുള്ള നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് വഖഫ് ബോർഡിനോട് ഇങ്ങനൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ മുൻപത്തെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ആ ക്ലെയിം ഉപേക്ഷിക്കണമെന്ന് സർക്കാരിന് ഒരു ശുപാർശ ചെയ്യാവുന്നതല്ലേ? അത് വഖഫ് ബോർഡ് അംഗീകരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നാണ് സമരസമിതി ചോദിക്കുന്നത്. ഒരു ശുപാർശയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ സർക്കാരിന്? ഉണ്ട്, അതാണ് ഞാൻ പറയുന്നത്. നിയമപരവും സാങ്കേതികവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പ്രശ്നം ഒഴിവാക്കുന്നതിനാണ് ഗവൺമെന്റ് വളരെ ഉചിതമായ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. ഒരു നിമിഷം, നമ്മുടെ കൂടെ പങ്കെടുക്കുന്ന ഒരു അതിഥിക്ക് ഞാൻ ചോദിക്കുന്നത് യെസ് ബെന്നി, ജോസഫ് ബെന്നി ചോദിച്ചോളൂ. ഈ സാങ്കേതികമായ തടസ്സമുണ്ട്, സാങ്കേതികമായ പ്രശ്നമുണ്ട്, നിയമപരമായ പ്രശ്നമുണ്ട്. 2008 ഈ നിസാർ കമ്മീഷനെ വെച്ചിട്ട് സാങ്കേതികമായ തടസ്സമോ നിയമപരമായ തടസ്സമോ ഉണ്ടാകാതെ ഞങ്ങൾക്കൊരു നോട്ടീസോ ഞങ്ങളെ കേൾക്കാനോ ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ കരമടച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കളെ ഇത് വഖഫ് ബോർഡിലേക്ക് മാറ്റാനായിട്ട് 2019 എന്ത് നിയമവും എന്ത് സാങ്കേതിക തടസ്സം ഉണ്ടായില്ല. ഞങ്ങളറിയാതെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി വഖഫ് ബോർഡിലേക്ക് എഴുതിയപ്പോൾ ഒരു സാങ്കേതികത്വം ഒരു നിയമ തടസ്സം ഉണ്ടായില്ല. പക്ഷേ ഇതിപ്പോൾ വഖഫ് ബോർഡിനോടൊന്ന് പറയാനായിട്ട് നിയമ തടസ്സമുണ്ട്, സാങ്കേതിക തടസ്സമുണ്ട്. 2008 അച്യുതാനന്ദൻ ഗവൺമെൻറ്റാണ് നിസാർ കമ്മീഷൻ വെക്കുന്നത്. ഞങ്ങളെ പരിശോധിച്ചോ? ഞങ്ങളെ കേട്ടോ? ഇല്ല. അതിനുശേഷം എത്രയോ വർഷങ്ങൾ കടന്നുപോയി. 2019 വീണ്ടും ഞങ്ങൾക്ക് പണി തന്ന്, 8ൻ്റെ പണി തന്ന്. അപ്പോഴും നിയമ തടസ്സവുമില്ല, സാങ്കേതിക തടസ്സവുമില്ല. ഞങ്ങളോട് എന്തെങ്കിലും, ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, ഞങ്ങൾക്ക് എന്തെങ്കിലും വരുമ്പോൾ അപ്പം നിയമ തടസ്സമുണ്ട്, പ്രശ്നമുണ്ട്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, 2022 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഉണ്ടായി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തന്നതാണ്. അത് വഖഫ് ബോർഡ് അഫിഡാവിറ്റ് കൊടുത്തതിന്റെ പേരിലും ഗവൺമെന്റ് വഖഫ് പ്രോപ്പർട്ടിക്ക് കരമടക്കാൻ തന്നതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് അത് നിഷേധിക്കപ്പെട്ടത്. അവിടെയും സാങ്കേതികത്വം നിയമ തടസ്സം ഉണ്ടായില്ലേ? അപ്പൊ ഞങ്ങളുടെ പ്രശ്നം വരുമ്പോൾ അപ്പടി നിയമ തടസ്സം, സാങ്കേതിക തടസ്സം. ഈ വിഷയത്തിന്റെ പുറത്ത് ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ ഒരു നീക്കം നടത്തുകയായിരുന്നു. അങ്ങനെ ഈ മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യരെ നിങ്ങൾ രാഷ്ട്രീയമായി പറ്റിക്കുകയായിരുന്നു എന്നാണ് അവരുടെ സംശയം. അല്ല, ഇത് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള വാദം അല്ല നേരത്തെ സംസാരിച്ച വ്യക്തി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് അതിന് മുന്നിലുള്ള നിയമപരവും സാങ്കേതികവുമായ പ്രശ്നങ്ങളെ മറികടന്ന് ആരാണോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവർക്ക് അനുകൂലമായ തീരുമാനമെടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അതിനെ ആകെ കുത്തിക്കലക്കലാണ് ശരി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ മറ്റെന്തോ താല്പര്യങ്ങളുണ്ട്. അതല്ല, പക്ഷേ ശ്രീ കെ വി അബ്ദുൽ ഖാദർ, അവരുടെ സംശയം ന്യായമല്ലേ? നോക്കൂ, 2008 VS-ന്റെ കാലത്ത് ഒരു കമ്മീഷനെ നിങ്ങൾ അപ്പോയിന്റ് ചെയ്തു, നിസാർ കമ്മീഷൻ. ആ നിസാർ കമ്മീഷൻ ഈ പറയുന്ന മനുഷ്യരുമായിട്ട് ഒരു കാര്യം പോലും സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇവരുടെ ഭാഗം കേൾക്കാതെ നിസാർ കമ്മീഷൻ അവരുടെ ടേംസ് ഓഫ് റെഫറൻസിൽ പോലും ഇല്ലാത്ത വഖഫിന്റെ കാര്യം എഴുതി ചേർക്കുന്നു. അത് പിന്നീട് കോടതി നടപടികളിലേക്ക് പോകുന്നു. താങ്കൾ ശരിയാവണ്ണം സൂചിപ്പിച്ചതുപോലെ UDF-ന്റെ ഭരണസമിതിക്ക് സ്വാധീനമുണ്ടായിരുന്ന വഖഫ് ബോർഡ് കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് അത് തിരിച്ചുപിടിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു. പക്ഷേ പിന്നീട് അവർ നോട്ടീസ് അയക്കുന്നു. പക്ഷേ അതുകൊണ്ട് UDF അവസാനിച്ചു. പിന്നീട് LDF സർക്കാർ വരുന്നു. LDF സർക്കാർ വരുമ്പോൾ കരമടയ്ക്കാനുള്ള അനുമതി നിങ്ങൾ കൊടുക്കുന്നത് ഇവരുടെ ആധാരത്തിന് പുറത്തല്ല, വഖഫ് പ്രോപ്പർട്ടിക്ക് ഇവർ കരമടയ്ക്കാൻ കൊടുത്തു എന്നതാണ് അവരുടെ ആക്ഷേപം. ശ്രീ അബ്ദുൽ ഖാദർ, അവിടെയാണ് ചതി പറ്റി എന്നവർ സംശയിക്കുന്നത്. അല്ലെന്ന് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്നതിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഗവൺമെന്റിന് മുന്നിൽ
ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്തിരിക്കുന്നു. കരമടയ്ക്കാനുള്ള തീരുമാനം സ്റ്റേ ചെയ്തിരിക്കുന്നു. വഖഫ് ബോർഡ് 2019 ഇങ്ങനൊരു തീരുമാനമെടുത്തിരിക്കുന്നു. നിരവധി കാലങ്ങളിലെ നീട്ടിക്കൊണ്ടുപോകലിന് ശേഷമാണ് 2019 അവർ ഈ തീരുമാനമെടുത്തത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഗവൺമെന്റിന് ഒരു ഉത്തരവിട്ടിട്ട് വഖഫ് ബോർഡ് ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ സാങ്കേതികമായും നിയമപരമായും കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇരകൾക്ക് അനുകൂലമായിട്ട് ഒരു സംവിധാനം ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. ശ്രീ അബ്ദുൽ ഖാദർ, ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി ആയിട്ടുള്ള വഖഫ് ബോർഡിന് സർക്കാരിന് അത്തരത്തിലൊരു തീരുമാനം പറയാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് പറഞ്ഞ ഇനി ആരെയും കുടിയൊഴിപ്പിക്കില്ല, നോട്ടീസ് കൊടുക്കൂല എന്ന് ഉന്നതാധികാര സമിതി പറഞ്ഞത് കള്ളത്തരമല്ലേ, പൊള്ളയല്ലേ? അത് നിങ്ങൾ ഒരേ സമയത്ത് അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ ഞങ്ങൾക്ക് അധികാരവും ഇല്ല എന്ന് പറയുന്നു. എങ്ങനെയാ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കലക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അതിന് പിന്നിൽ മറ്റു ചില ശക്തികളുണ്ട്. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് അതിന് പുറകിൽ കൂടിയിരിക്കുന്നു. രാഷ്ട്രീയ ആരോപണമാണ് നിൽക്കട്ടെ. എന്റെ ഒരു ചോദ്യം ശ്രീ കെ വി, ഞാൻ രാജുവിന്റെ ചോദ്യത്തിലെ ലോജിക്കായി ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്, അതിനകം ദയവായി മറുപടി നൽകുക. അതായത് ഒരു ക്വാസി ജുഡീഷ്യൽ കമ്മീഷനായ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ ബോർഡായ ഈ വഖഫ് ബോർഡിനോട് സർക്കാരിന് നിർദ്ദേശിക്കാൻ കഴിയില്ലെങ്കിൽ ഇന്ന് സർക്കാർ നോട്ടീസ് കൊടുക്കരുതെന്നും തുടർ നടപടികൾ പാടില്ലെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ക്വാസി ജുഡീഷ്യൽ ബോഡിക്ക് നിർദ്ദേശം കൊടുക്കാൻ സർക്കാരിന് കഴിയില്ലെങ്കിൽ ഇത് കഴിയില്ലല്ലോ. അല്ല, ഇത് ഈ പ്രശ്നത്തിൽ ഗവൺമെന്റ് എന്ത് നിലപാടെടുക്കുന്ന നിങ്ങൾ പറയുന്നത്? കുടിയൊഴിപ്പിക്കുമെന്ന് പറയലാണോ? അല്ലല്ല, സർക്കാർ പറയുന്നത് ഈ നിർദ്ദേശം വയ്ക്കാമെങ്കിൽ ഈ ക്ലെയിം ഒഴിവാക്കൂ എന്ന് നിങ്ങൾക്ക് നിർദ്ദേശം വെച്ചുകൂടെ എന്നാണ് എന്റെ ചോദ്യം. ശാശ്വതമായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് തീർച്ചയായും ഇതിനെ മറികടക്കുന്ന മറികടക്കാനുള്ള ഒരു ഇടപെടലാണ് ഗവൺമെന്റ് നടത്തുന്നത്. എന്ന് പറയുന്നതിന് എന്തർത്ഥം? ശ്രീ രാജു പി നായർ, ഈ സാങ്കേതിക പ്രശ്നം മറികടക്കുന്നതിന് ഇതല്ല എന്ത് വഴി? അരുൺ രണ്ട് തരത്തിലുള്ള മറുപടി പറയാണ്ട്, സാങ്കേതികവും അതുപോലെ തന്നെ രാഷ്ട്രീയവും രണ്ടിനും സമയം തരണം ഞാൻ അഭ്യർത്ഥിക്കും. ആദ്യം സാങ്കേതികമായ കാര്യം പറയാം. ശ്രീ രാജു പി നായർ അങ്ങേക്ക് തുടരാം. ശരി അരുൺ, ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഗുരുതരമായൊരു പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇന്ന് ആ മുനമ്പത്ത് വന്നിരിക്കുകയല്ലേ? ആരെങ്കിലും ഒരാൾ ഈ വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സംഘടന അതിൽ ഒരു സമരത്തിനോ മറ്റൊരു പ്രക്ഷോഭത്തിനോ പോയിട്ടുണ്ടോ? എല്ലാ മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് യാതൊരു ഇതുമില്ല, കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കരുത് എന്നുള്ള നിലപാടിൽ നിൽക്കുന്നു. ഒരു വ്യത്യസ്ത ശബ്ദം വന്നപ്പോൾ അതിനെ തള്ളിക്കളയാൻ പോലും അവിടെ നേതൃത്വം ഉണ്ടായിരുന്നു. നോക്കൂ, ഇവിടെ ഇതൊരു വഖഫ് അല്ലാതെ സ്ഥാപിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളുണ്ടായിരുന്നു. ഫാറൂഖ് കോളേജ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ തന്നെ ഇതിന് പണം വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നതോടുകൂടി തന്നെ വഖഫ് എന്ന് പറയുന്ന സാങ്കത്യം ഇല്ലാതെയായിരിക്കുന്നു. പക്ഷേ ഞാനതാ പറഞ്ഞു വരുന്നത്. ഇത്രയും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇന്ന് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ട് സർക്കാർ എന്താ പറയുന്നത്? ഇവർക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും സ്ഥാപിച്ചു കൊടുക്കും. അപ്പോൾ ഇത് സ്ഥാപിച്ചു കൊടുക്കാൻ കഴിയുന്ന അധികാരങ്ങളും അവകാശങ്ങളുമാണെന്ന് സർക്കാരിന് ബോധ്യമുണ്ട്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ റെലവൻസ്? എന്താ ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ റെലവൻസ് തന്നെയല്ലോ. അപ്പോൾ ഇത് പരമാവധി നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളൊരു രാഷ്ട്രീയ താല്പര്യമുണ്ട്. ഇത് ആദ്യം മുതലുണ്ടായിരുന്നു. ഇവിടെ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തിയല്ലോ. പ്രതിപക്ഷ നേതാവ് കാര്യം പഠിച്ചിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത്. ഈ സമൂഹത്തോട് ഇത് അനിസ്ലാമികമാണെന്നും ഇത് വഖഫ് അല്ലെന്നും വിളിച്ചു പറഞ്ഞത് പ്രതിപക്ഷ നേതാവല്ലേ? ഒക്ടോബർ 3 തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി വാ തുറന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒക്ടോബർ 3 ചെറായിൽ വെച്ച് പൊതുയോഗം വിളിച്ചുകൂട്ടി. അവിടെ വെച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു, ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം.
ഈ കേരളത്തിലെ മുഴുവൻ മുസ്ലിം സമുദായങ്ങളും നിങ്ങൾക്കെതിരായിട്ട് നിൽക്കില്ല, ഒരാൾ പോലും നിൽക്കില്ല, അവർ നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ക്രൈസ്തവ നേതാക്കന്മാരെ കണ്ട് ആ പ്രശ്നപരിഹാരത്തിന് വേഗത വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഇതുപോലെ ഈ പ്രശ്നം പരിഹരിക്കാൻ അനുകൂല സാഹചര്യം വഖഫ് ബോർഡല്ലേ ആ തീരുമാനം എടുക്കേണ്ടത്? ശ്രീ രാജു പി നായർ, വഖഫ് ബോർഡ് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയല്ലേ? അത് വഖഫ് ബോർഡിന് തോന്നണമെങ്കിൽ വഖഫ് ബോർഡിന് തോന്നണമെങ്കിൽ നവംബർ 3 വഖഫ് ബോർഡ് ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഒന്നുകൂടി വായിച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞതിനെല്ലാം അവസാനം പറഞ്ഞു, അല്ല എങ്കിൽ സർക്കാരിന്റെ തീരുമാനം ഉണ്ടാവണം. എന്തുകൊണ്ട് സർക്കാർ തീരുമാനിക്കുന്നില്ല? ഇവിടെ ഇത്രമാത്രം വലിയ വിഷലിപ്തമായ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സർക്കാരും CPM-ഉം എന്തുകൊണ്ട് കൈകെട്ടി നിന്നു ഇത്ര ദിവസം? അവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്? ഒക്ടോബർ 3 പ്രതിപക്ഷ നേതാവ് അവിടെ ചെന്നല്ലോ, ആ പ്രശ്നങ്ങൾ മുഴുവൻ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവന്നല്ലോ. വഖഫ് ഭേദഗതി ബില്ലിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള സാങ്കേതികത്വത്തിലേക്ക് കടക്കുകയല്ല. എങ്കിലും എൻ്റെ ഒരു ചോദ്യം ഇത് അറിയാൻ വേണ്ടിയാണ്. ഒന്ന്, ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞാൽ അത് വഖഫ് ബോർഡ് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ആ നിമിഷം മുൻ ആധാരങ്ങൾ പോലും അസാധുവാകുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? കാരണം ഇത് മിച്ചഭൂമിയായി കണക്കാക്കപ്പെടും. ഇത് വഖഫ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ 1950 ഈ സിദ്ദീഖ് സേട്ട് ഫറൂഖ് കോളേജിന് എഴുതി കൊടുത്ത ആധാരം ഒരു അസാധുവായി വരും. കാര്യം അതൊരു മിച്ചഭൂമിയായി കണക്കാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ മിച്ചഭൂമിയായിട്ട് കണക്കാക്കിയാൽ അതിനുശേഷം നടന്നിരിക്കുന്ന ആധാരങ്ങളെല്ലാം 1987 ശേഷം നടന്നിരിക്കുന്ന ആധാരങ്ങൾ വലിയ അടിസ്ഥാനരഹിതമാവും. അങ്ങനെ വരുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടില്ലേ? അതുകൂടി ഈ ജുഡീഷ്യൽ കമ്മീഷൻ പരിഹരിച്ചാലോ? അരുൺ അതുമൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മുഴുവൻ റെഗുലറൈസ് ചെയ്യാൻ റവന്യൂ വകുപ്പ് തീരുമാനിച്ചാൽ മാത്രം മതി. അരുൺ എന്താ പറയുന്നത്? ഈ പറയുന്ന രേഖകളെല്ലാം കറക്റ്റ് ചെയ്യാൻ ഇനി എല്ലാവരും കോടതിയിൽ പോകണമെന്നാണോ? അല്ലല്ലോ. സർക്കാരിന് തീരുമാനമെടുത്ത് റവന്യൂ ഭൂമിയെ അല്ലെങ്കിൽ അവിടെയുള്ള ആധാരങ്ങൾ റെഗുലറൈസ് ചെയ്യാൻ തീരുമാനമെടുത്ത് ഉത്തരവിറക്കാം. ഒരാളും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അതിനെല്ലാം പരിഹാരമുണ്ട്. ഇവിടെ ലക്ഷ്യം 2 ആണ്. അല്ല അരുൺ, ഞാൻ ഇതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം കൂടി പറഞ്ഞു. 2 ലക്ഷ്യമാണ്. ഒരു നിമിഷം മറുഭാഗത്ത് രാഷ്ട്രീയ ആരോപണത്തിന് മറുപടി നൽകാൻ CPM ഇല്ലാത്തത് കൊണ്ട് അങ്ങ് ഒഴിവാക്കുക. കാര്യം സാങ്കേതികമായിട്ടുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്തു. അതിലൊരു അല്ലല്ല എനിക്ക് അല്ല, പക്ഷെ രാഷ്ട്രീയ ആരോപണം അദ്ദേഹം ഉന്നയിച്ചല്ലോ. ഇവിടെ അതാ പറയുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ 2 തരത്തിൽ പ്രീണിപ്പിക്കൽ നടക്കുകയാണ്. ഒന്ന്, ന്യൂനപക്ഷങ്ങൾ എന്നുള്ള രീതിയിൽ വഖഫിനെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ ഇത് ചെയ്യാൻ വേണ്ടി എന്നുള്ള രീതിയിൽ വഖഫിനെ കൊണ്ടെടുപ്പിച്ച തീരുമാനങ്ങളാണ് അച്യുതാനന്ദൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള സമയത്ത് എടുത്ത തീരുമാനം ഒരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടാമത്തെ സമയത്ത് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ വഖഫ് ബോർഡ് ഭേദഗതി ബില്ലിന്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമോഫോബിയ കത്തിച്ച് ക്രിസ്ത്യൻ സമൂഹത്തെ BJPയോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ഈ 2 ശ്രമവും നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ള രാഷ്ട്രീയ തീക്കളിയിൽ നിങ്ങൾ ഇരയാകേണ്ടി വരുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുന്നു. അത് വളരെ നിർഭാഗ്യകരമാണ്. ഇപ്പോൾ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനിൽ പിന്മാറി വഖഫ് ബോർഡിനോട് നിർദ്ദേശം നൽകണം എന്ന നിലപാടിൽ തന്നെ ഉറയ്ക്കുകയാണോ നിങ്ങൾ, ശ്രീ ജോസഫ് ബെല്ലിംഗ്? ഞങ്ങൾ അതേ നിലപാടിൽ തന്നെ ഉറക്കുകയാണ്. ഇവിടെ ഞങ്ങൾ നിയമസഭയിലെ അബ്ദുൽ റഹ്മാൻ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് 404 ഏക്കർ ഭൂമി മറ്റെവിടെയെങ്കിലും കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ആകെ ഇവിടെ ഉള്ള ഭൂമി വെറും 114 ഏക്കർ ഭൂമിയും 60 ഏക്കർ വെള്ളവുമാണ്. ബാക്കിയുള്ള മുഴുവൻ സ്ഥലവും കടലിൽ ഒലിച്ചു പോയിട്ടുള്ളതാണ് സീവാൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ. അതിനുവേണ്ടി ഒരു വലിയ 404 ഏക്കർ കോടികളുടെ വില വരുന്ന ഭൂമി വീണ്ടും ഫറൂഖ് കോളേജിന് കൊടുക്കണം, അല്ലെങ്കിൽ വഖഫ് ബോർഡിന് കൊടുക്കണം എന്ന ആശയം പങ്കിട്ടത് വഖഫ് മന്ത്രി തന്നെയാണ്. അതുകൊണ്ട് അത് പ്രതിഷേധാർഹമാണ്. രണ്ടാമത്തേത്, ഇവിടെ എവിടെ നോക്കിയാലും ഇവിടെ റവന്യൂ ഭൂമിയായി കിടക്കുന്ന ഭൂമി 290 ഏക്കർ കൂടി ഉണ്ടെന്ന് പറയുന്നതും ഇവർ തന്നെയാണ്. ഇപ്പോൾ ഇവിടെയുള്ള പല സ്ഥലങ്ങളിലും കാറ്റാടി ബീച്ചും അതേപോലെയുള്ള സ്ഥലങ്ങളെല്ലാം വഖഫ് ഭൂമിയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ പിന്നിലുള്ള അജണ്ട 114 ഏക്കറുള്ള സ്ഥലത്ത് 404 ഏക്കർ ആക്കാൻ കാണിക്കുന്ന വ്യഗ്രപ്പാടാണ് ഞാൻ കാണാൻ മനസ്സിലാക്കുന്നത്. പിന്നെ 2 വർഷവും 7 മാസവും ഞങ്ങൾ ക്ഷമിച്ചിരുന്നു. അതിനുശേഷമാണ് ഞങ്ങളൊരു ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തിയത്. ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടുകളും ഞങ്ങളില്ല. ഞങ്ങൾ ഒരേപോലെ തന്നെയാണ് പറഞ്ഞത്. 95 ആക്ടിലും ഞങ്ങൾ പറഞ്ഞത് അത് തന്നെയാണ്.
140 MLA ഒരേപോലെ തന്നെ ഈ നിയമം ഭേദഗതി ചെയ്യരുതെന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കിയപ്പോൾ EP 685/2008 കൊടുത്തത് നാസർ മനയിലും അബ്ദുൽ സലാമുമാണ്. അത് 95 ആക്ടിനെ കൊണ്ടാണ്. അപ്പോൾ അതെല്ലാം മറച്ചു വയ്ക്കപ്പെടുന്ന വസ്തുതകളാണ്. അതെല്ലാം മറച്ചു വയ്ക്കേണ്ടതല്ല. ഇപ്രകാരം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി പിടിച്ചെടുക്കാൻ അധികാരം കൊടുക്കുന്ന വഖഫ് ബോർഡിന്റെ നിയമങ്ങൾക്ക് കടിഞ്ഞാണിടണ്ടേ? അല്ലെങ്കിൽ ജനാധിപത്യം ഉണ്ടാവോ? മതേതരത്വം ഉണ്ടാവോ? ഇന്ത്യൻ ഭരണഘടന ഉണ്ടാവോ? അപ്പോൾ ഇവിടെ മതപ്രീണനയും വർഗീയതയും ഉണ്ടാക്കുന്നത് ആരാണ്? ഗവൺമെന്റാണ്. ഗവൺമെന്റ് ഞങ്ങളുടെ ഈ പ്രശ്നം നിസ്സാരമായിട്ട് തീർക്കാവുന്ന പ്രശ്നമായിരുന്നു. അതാണ് ഇത്ര നിങ്ങൾ പ്രതീക്ഷിച്ചത് വഖഫ് ബോർഡിനോട് സർക്കാരിന്റെ ഉന്നതതല സമിതി നിർദ്ദേശിക്കുന്നു, ഇതിൽ ലീഗൽ ഡിസ്പ്യൂട്ട് ഉള്ള സാഹചര്യത്തിൽ വഖഫ് ബോർഡ് ആ ക്ലെയിമിൽ നിന്ന് പിന്മാറണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. വഖഫ് ബോർഡ് അത് അംഗീകരിക്കുന്നു. വഖഫ് ബോർഡ് ആ ക്ലെയിം അനുസരിച്ചൊരു അഫിഡവിറ്റ് കൊടുക്കുന്നു. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഈ കേസ് ഇല്ലാതെയാവുന്നു, നിങ്ങൾക്ക് അവകാശം സംരക്ഷിച്ചു കിട്ടുന്നു. ഇതായിരുന്നു യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചതല്ലേ? അതെ, ഞങ്ങളതാണ് ആഗ്രഹിച്ചത്. അതല്ലേ ആഗ്രഹിക്കേണ്ടത്. ഞങ്ങളുടെ പ്രശ്നം വരുന്ന സമയത്ത് നിയമവും സാങ്കേതിക അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ വിഷമം. നമ്മുടെ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ വരുമ്പോൾ അതിൽ നിയമതടസ്സമുണ്ട്, സാങ്കേതികത്വമുണ്ട്. ഞങ്ങളറിയാതെ ഞങ്ങളുടെ ഭൂമി വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുത്തതിൽ എന്ത് നിയമതടസ്സം ഉണ്ടായില്ല, എന്ത് സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നില്ല. അത് അവർക്ക് കുഴപ്പമില്ല. ഒരു കാര്യം കൂടി, 7 മാസം വഖഫ് ബോർഡ് ആണല്ലോ നിങ്ങൾക്ക് ആദ്യം നോട്ടീസ് അയച്ചു തുടങ്ങുന്നത്, നിങ്ങൾക്ക് ഈ പറയുന്ന ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ തുടങ്ങുന്നത് റഷീദ് അലി തങ്ങളുടെ കാലത്ത്. അന്ന് ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നതല്ലേ? VSന്റെ കാലത്ത് നിസാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരുന്നുവെങ്കിൽ അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും അതിനെ തുടർന്ന് UDFന്റെ സ്വാധീനമുള്ള ഒരു വഖഫിൻ്റെ ബോർഡും നിലവിൽ വന്നിരുന്നു. ആ വഖഫ് ബോർഡ് നിങ്ങളുടെ നീതി കാട്ടിയോ ശ്രീ ജോസഫ്? അല്ല, ഞങ്ങൾക്ക് നോട്ടീസ് വരുന്നിട്ടില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഞങ്ങൾക്ക് ഒരു നോട്ടീസ് തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. 2022 ജനുവരി മാസത്തിൽ ഞങ്ങൾ കരമടക്കാൻ ചെന്നപ്പോഴാണ് പറയണത് ഇത് നിങ്ങളുടെ ഭൂമിയല്ല, ഇത് വഖഫ് ഭൂമിയാണെന്ന്. ഇതാണ് കാര്യത്തിലെ ഒരു ആശങ്ക. അതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല. വലിയ ആശങ്ക രൂപപ്പെട്ട ഇതിൽ ഗവൺമെന്റ് തീരുമാനമെടുക്കുന്ന അഥവാ വഖഫ് ബോർഡ് ആ ഭൂമിയിന്മേലുള്ള ക്ലെയിം അവസാനിപ്പിക്കാനെടുക്കുന്ന ഓരോ നിമിഷവും, അതിൽ വൈകുന്ന ഓരോ നിമിഷവും അത് തീക്കിളി കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമായി മാറും. അതിലേതെങ്കിലും തരത്തിൽ ഒരു വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു നീക്കം ആരും നടത്താൻ പാടില്ല. അതൊരു മതവർഗീയ വിഷയമല്ല, അതൊരു മനുഷ്യാവകാശ വിഷയമാണ് എന്നൊരിക്കൽ കൂടി റിപ്പോർട്ടർ TV പറയുന്നു. ജോസഫ് ബെന്നിയുടെ അടക്കമുള്ള 614 കുടുംബങ്ങളുടെയും ആവശ്യമെന്ന് പറയുന്നത് ആ മണ്ണിൻ്റെ കുടികിടപ്പ് അവകാശം മാത്രമല്ല, പാരമ്പര്യമായി അവർ അനുവദിച്ചു പോകുന്ന അവരുടെ റവന്യൂ അവകാശങ്ങളുടെ പുനഃസ്ഥാപനം കൂടിയാണ്. അത് തീർച്ചയായും സ്ഥാപിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട്. ഇതല്ലെങ്കിൽ നാളെ വഖഫ് നിയമത്തിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെടുന്ന ഇസ്ലാമോഫോബിയയ്ക്ക് ഈ സർക്കാർ മറുപടി പറയേണ്ടി വരും. ഉത്തരവാദിത്വം സർക്കാരിനുമുണ്ട്. ഒപ്പം ഇപ്പോൾ സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ച നിലയ്ക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. ഇതിനിടയ്ക്ക് മീൻ പിടിക്കാൻ നടക്കുന്ന വഖഫ് സംരക്ഷണ സമിതിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറണം എന്നതുകൂടിയാണ് സമരക്കാരുടെ ആവശ്യം. ജോസഫ് ബെന്നിയാണ് നമുക്കൊപ്പം ചേർന്നത്. സി രാജു P നായരും ഒപ്പം ശ്രീ KV അബ്ദുൽ ഖാദർ MLA. Debate with Dr. Arun Kumar.